എ ഷോപ്പ് ഫോർ കില്ലേഴ്സ് സീസൺ 2 എപ്പിസോഡ് 5 ആരംഭിക്കുന്നത് കുസനാഗി തന്റെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതോടെയാണ്. ജെയുടെ ബോഡി ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ക്യൂവിനെ കാണിച്ചു കൊടുത്ത് ജെയെ കൊന്നത് ജിൻമാൻ ആണ് എന്ന രീതിയിൽ അവളെ വിശ്വസിപ്പിക്കുന്നു. തുടർന്ന് ജെയുടെ മൃതദേഹവുമായി ജപ്പാനിലേക്ക് മടങ്ങാൻ കുസനാഗി ക്യൂവോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത് വെറും യാത്രയല്ല, പ്രതികാരത്തിന്റെ തുടക്കമാണ്. അതേസമയം ആശുപത്രിയിൽ കിടക്കുന്ന ജിയാൻ ബോധം വീണ്ടെടുക്കുന്നു. ആദ്യം അവൾ മങ്ങിയ കാഴ്ചയിൽ ജിൻമാനെ കാണുന്നുവെങ്കിലും പൂർണ്ണമായി ഉണരുമ്പോൾ ജിൻമാൻ അവിടെയില്ല. യഥാർത്ഥത്തിൽ അവൻ ആശുപത്രി മുറിക്ക് പുറത്തുനിന്ന് എല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു. കിം ജേവോൺ ജിയാന് പുതിയൊരു തിരിച്ചറിയൽ കാർഡ് നൽകുന്നു. ഇനി അവളുടെ പേര് ലിയേന എന്നാണ്. സുരക്ഷയ്ക്കായി പുതിയ വ്യക്തിത്വം സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറയുമ്പോഴും ജിയാൻ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. പഴയ ജീവിതം ഉപേക്ഷിക്കാൻ അവൾക്ക് ഇപ്പോഴും കഴിയുന്നില്ല. പിന്നീട് പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ മുൻകൂട്ടി തയ്യാറാക്കിയ കഥയാണ് ജിയാൻ പറയുന്നത്. അവർ സഞ്ചരിച്ച ബോട്ട് പാറയിൽ ഇടിച്ചെന്നും വോജിൻ കടലിലേക്ക് വീണ് ഒഴുക്കിൽപ്പെട്ടു പോയെന്നുമാണ് അവൾ മൊഴി നൽകുന്നത്. ഇതിനിടെ അറ്റോർണി ജാങ് കുസനാഗിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത അറിയിക്കുന്നു. ബാബിലോൺ സംഘടനയുടെ രഹസ്യ സർവറിൽ നിന്നുള്ള വിവരങ്ങളുടെ ഒരു ഭാഗം ജിൻമാൻ പുറത്തുവിട്ടിരിക്കുന്നു. അതോടെ സംഘടനയ്ക്കുള്ളിൽ വലിയ ആശങ്കയുണ്ടാകുന്നു. തുടർന്ന് കഥ ഹാനംദോ ദ്വീപിലേക്ക് മാറുന്നു. വൂജിന്റെ അനുസ്മരണ ചടങ്ങിലേക്ക് ജിയാൻ എത്തുന്നുവെങ്കിലും അകത്ത് കയറാനുള്ള ധൈര്യം അവൾക്കില്ല. അപ്പോഴാണ് ജിയോമ്രെ അവളെ സമീപിക്കുന്നത്. കുറ്റബോധത്തിൽ തകർന്ന ജിയാൻ മാപ്പ് ചോദിച്ച് കരയുന്നു. എന്നാൽ ജോംരെ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സംഭവിച്ചതിന് അവൾ ഉത്തരവാദിയല്ലെന്നും ഇനി നല്ലൊരു ജീവിതം നയിച്ചാൽ അതാണ് വൂജിനോടുള്ള യഥാർത്ഥ ആദരവെന്നും പറയുന്നു. ഈ രംഗം എപ്പിസോഡിലെ ഏറ്റവും വികാരനിർഭരമായ നിമിഷങ്ങളിലൊന്നാണ്. ദ്വീപ് വിട്ടു പോകുമ്പോൾ മറുവശത്ത് ജർപ്പാനിൽ ക്യൂ തന്റെ സഹോദരന്റെ മരണത്തിൽ ദുഃഖിക്കുകയും ജിൻമാനെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം അവളുടെ സംഘത്തിലെ തായ്ലൻഡിലേക്ക് ഒരു പ്രത്യേക അസറ്റ് കൊണ്ടുവരാൻ പോയിട്ടുണ്ടെന്ന വിവരവും അവൾക്ക് ലഭിക്കുന്നുണ്ട്. ശവസംസ്കാരത്തിനു ശേഷം ക്യൂ എല്ലിനെയും മാർക്കോയെയും കൂട്ടി ദക്ഷിണ കൊറിയയിലേക്ക് തിരികെ പോകാൻ തീരുമാനിക്കുന്നു. അവളുടെ ലക്ഷ്യം ഒന്നു മാത്രമാണ്, ജിൻമാനെ ജീവനോടെ വിടരുത്. അതേസമയം ജിയാൻ ഒരു വലിയ വെയർ ഹൗസിലെത്തുന്നു. അവിടെയാണ് ജിൻമാനും അദ്ദേഹത്തിന്റെ വിശ്വസ്ത സംഘവും പുതിയ രഹസ്യ താവളം ഒരുക്കിയിരിക്കുന്നത്. ബ്രദർ അവളെ അകത്തേക്ക് കൊണ്ടുപോയി മിൻഹെ, ജിൻവു, ചിയോൾസുങ് എന്നിവരെ പരിചയപ്പെടുത്തുന്നു. ദീർഘനാളുകൾക്ക് ശേഷം ജിൻമാനും ജിയാനും തമ്മിൽ നേരിൽ കാണുന്ന രംഗം അല്പം അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും. പിന്നീട് ജിൻമാൻ അവൾക്കായി ഒരുക്കിയ മുറി കാണിക്കുന്നു. പഴയ വീട്ടിലെ മുറിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് അത് അലങ്കരിച്ചിരിക്കുന്നത്. അവൾക്ക് സുരക്ഷിതമായ ഒരു അനുഭവം നൽകാനാണ് അവന്റെ ശ്രമം. ഈ തവണ മുറിയിൽ ക്യാമറകളൊന്നുമില്ലെന്ന് ജിൻമാൻ പറയുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ക്യാമറ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ജിയാൻ അത് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ബ്രദർ അത് നീക്കം ചെയ്യുന്നു. മുൻകാല തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ജിൻമാൻ ശ്രമിക്കുന്നുവെന്ന സൂചനയാണിത്. ഇതിനിടെ കുസനാഗി ബാബിലോൺ സംഘടനയിലെ ഉന്നത നേതാക്കളുമായി വീഡിയോ കോളിൽ പങ്കെടുക്കുന്നു. അവരിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായ ചെൻ കുസനാഗി സ്വന്തം അധികാരത്തിനായി മുർത്തെ ഹെൽപ്പ് കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് ആരോപിക്കുന്നു. ആദ്യം ജിൻമാനെയും സർവറിനെയും കൈകാര്യം ചെയ്യാൻ അദ്ദേഹം ഉത്തരവിടുകയാണ്. അത് വിജയിച്ചാൽ ബാബിലോണും മുർത്തെ ഹെൽപ്പും അവൾക്ക് കൈകാര്യം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മിൻഹെ കുസനാഗി താമസിക്കുന്ന ഹോട്ടലും മുറി നമ്പറും കണ്ടെത്തി മടങ്ങിയെത്തുന്നു. വിവരങ്ങൾ പരിശോധിച്ച ശേഷം ദക്ഷിണ കൊറിയയിൽ എത്തിയിരിക്കുന്നത് ക്യൂവും അവളുടെ സംഘവുമാണെന്ന് ജിൻമാൻ മനസ്സിലാക്കുന്നു. തുടർന്ന് ചിയോൾ സ്യൂങ്ങിനോട് അവരുടെ പശ്ചാത്തലം അന്വേഷിക്കാൻ നിർദ്ദേശിക്കുകയാണ്. ജിയാനെ കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്ന് ജിൻമാൻ തീരുമാനിക്കുമ്പോൾ അവൾ അതിനെ ശക്തമായി എതിർക്കുന്നു. തനിക്ക് വേണ്ടി ഇനി ആരും ജീവൻ നഷ്ടപ്പെടുത്തരുതെന്നാണ് അവളുടെ നിലപാട്. സ്വന്തം കഴിവ് തെളിയിച്ചാൽ മാത്രമേ അവളെ വിശ്വസിക്കാനാകൂ എന്ന് ജിൻമാൻ പറയുന്നു. അതിന് ജിയാൻ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം ജിയാൻ ഒരു സ്കൂൾ മൈതാനത്ത് ഒരു ചെറിയ കുട്ടിയുമായി സംസാരിക്കാൻ തുടങ്ങുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് കുട്ടിയുടെ അച്ഛൻ എത്തുന്നു. അദ്ദേഹം മറ്റാരുമല്ല, ആൺ സിയോങ് ബോം ആണ്. സീസൺ 1 ജിയാനോട് പോരാടാൻ വിസമ്മതിച്ച കോഡ് റെഡ്സ് അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ജിയാൻ അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിക്കുന്നു. മറ്റ് കോഡ് റെഡ്സ് കേൾക്കാൻ തയ്യാറാകുന്ന ഏക വ്യക്തി സിയോങ് ബോം ആണെന്ന് അവൾ പറയുന്നു. എന്നാൽ താൻ ഈ ജീവിതത്തിൽ നിന്ന് വിരമിച്ചുവെന്ന് അദ്ദേഹം മറുപടി നൽകുന്നു. അതിന് ജിയാൻ വ്യാജപേരിൽ ജീവിച്ചിട്ടും ബാബിലോൺ അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെളിപ്പെടുത്തുന്നു. വിരമിച്ചവരെ പോലും സംഘടന വിട്ടുകളയില്ലെന്ന് അവൾ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടും സഹായിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. മറിച്ച് ആവശ്യമെങ്കിൽ ജിയാനെ തന്നെ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി അവിടെ നിന്നും പോവുകയാണ്.
സിയോങ് ബോം പോയതിനു ശേഷം ജിൻവോ ജിയാനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. യാത്രക്കിടെ ജിൻമാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. വികാരങ്ങൾ തുറന്നു പറയാത്ത ജിൻമാന്റെ യഥാർത്ഥ മനസ്സ് ജിയാൻ മനസ്സിലാക്കാൻ ഈ സംഭാഷണം സഹായിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ജിയാൻ കഠിന പരിശീലനം ആരംഭിക്കുന്നു. കയ്യാങ്കളി, തോക്കുപയോഗം, മുർത്തെ ഹെൽപ്പ് നടത്തിപ്പ്, വെബ്സൈറ്റിന്റെയും സെർവറിന്റെയും സാങ്കേതിക കാര്യങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളിലും അവൾ പരിശീലനം നേടുന്നു. ചിയോൾ സ്യൂങ് തന്റെ ഭാഗ്യചിഹ്നമായ ക്ലോവർ കീ ചെയിൻ പോലും അവൾക്ക് സമ്മാനിക്കുന്നു. കൂടാതെ ജെ വോണിന്റെ കമ്പനിയിൽ നിന്നുള്ള ഒരു പുതിയ കരാറും അവൾ വിജയകരമായി കൈകാര്യം ചെയ്യുന്നു. പിന്നീട് ബ്രദർ ജിൻമാനും താനും മാത്രം അറിഞ്ഞിരിക്കുന്ന രഹസ്യ രക്ഷപ്പെടൽ വഴിയും കാണിച്ചു തരുന്നു. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതുവഴി രക്ഷപ്പെടാനും പുറത്തു പോകുമ്പോൾ മുഴുവൻ ഷോപ്പിംഗ് മാൾ പൊട്ടിത്തെറിപ്പിക്കാനും കഴിയുന്ന സംവിധാനമാണത്. ഒരു ദിവസം ജിയാൻ മിൻഹെയോട് ഒരിക്കലെങ്കിലും സാധാരണ ജീവിതം നയിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. അതിന് മിൻഹെ നൽകുന്ന മറുപടി ഹൃദയസ്പർശിയാണ്. പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകാനാവില്ലെങ്കിലും ഈ ചെറിയ സംഘമാണ് ഇപ്പോൾ അവരുടെ കുടുംബം. അതാണ് അവരുടെ പുതിയ സാധാരണ ജീവിതമെന്ന് മിൻഹെ പറയുന്നു. അല്പസമയത്തിന് ശേഷം ജിയാൻ എല്ലാവരെയും വിളിച്ച് ഒരു രഹസ്യ യോഗം നടത്തുന്നു. എന്താണ് അവിടെ തീരുമാനിച്ചതെന്ന് പ്രേക്ഷകർക്ക് അപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. തുടർന്ന് അറ്റോർണി ജാങ് ജിൻമാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കുസനാഗിയെ അറിയിക്കുന്നു. ചർച്ചയ്ക്കായി ഒരു ശൂന്യ വെയർഹൌസിൽ എത്തിയ ജാങ്ങിന്റെ മുന്നിലേക്ക് ഒരു ട്രക്ക് എത്തുന്നു. ട്രക്ക് തുറക്കുമ്പോൾ അതിനുള്ളിൽ വിലപ്പെട്ട സെർവർ കാണാം. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജിയാൻ മുന്നോട്ട് വന്ന് മുർത്തെ ഹെൽപ്പിന്റെ പുതിയ സിഇഒ താനാണെന്ന് പ്രഖ്യാപിക്കുന്നു. തുടർന്ന് ജാങ്ങിന്റെ ശരീരത്തിൽ ഒളിപ്പിച്ചിരുന്ന മൈക്രോഫോണിലൂടെ നേരിട്ട് കുസനാഗിയോട് സംസാരിക്കുകയാണ്. ഒളിഞ്ഞിരിക്കാതെ പുറത്തു വരാൻ അവൾ ആവശ്യപ്പെടുന്നുണ്ട്. കുസനാഗിയും ക്യൂവും അവരുടെ സംഘവും പുറത്തു വരുന്നു. ജിൻമാൻ ഇനി മുർത്തെ ഹെൽപ്പിന്റെ ചുമതലയിൽ ഇല്ലെന്നും ഇനി തീരുമാനങ്ങൾ എടുക്കുന്നത് താനാണെന്നും ജിയാൻ വ്യക്തമാക്കുന്നു. ബാബിലോണും മുർത്തെ ഹെൽപ്പും തമ്മിൽ പങ്കാളിത്തം സ്ഥാപിക്കാമെന്നും പകരം ജിൻമാന്റെ ജീവൻ മാത്രം സംരക്ഷിക്കണമെന്നുമാണ് അവളുടെ നിബന്ധന. കുസനാഗി അത് നിരസിച്ചാൽ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ സർവറിനു ചുറ്റും ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ജിയാൻ വെളിപ്പെടുത്തുന്നു. മാത്രമല്ല തന്റെ കയ്യിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബയോമെട്രിക് ഉപകരണം താൻ കൊല്ലപ്പെട്ടാൽ ബോംബുകൾ സ്വയം പൊട്ടിത്തെറിക്കുമെന്നും അവൾ അറിയിക്കുന്നു. അതേസമയം കുസനാഗിയുടെ ശരീരത്തിൽ നിരവധി ലേസർ സ്നൈപ്പർ ഡോട്ടുകൾ പതിക്കുന്നു. അപ്പോഴാണ് സിയോങ് ബോങ് ഒടുവിൽ കോഡ് റെഡ്സ് അംഗങ്ങളെ ജിയാനെ സഹായിക്കാൻ സമ്മതിപ്പിച്ചെന്ന് മനസ്സിലാകുന്നത്. ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ ജിൻമാനും കോഡ് റെഡ്സ് അംഗങ്ങളും കുസനാഗിയെ ലക്ഷ്യമിട്ട് നിൽക്കുകയായിരുന്നു. ശേഷം സിയോങ് ബോങ് മുമ്പ് നൽകിയ വാക്ക് പാലിക്കാത്തതിന്റെ കടം തീർക്കാനാണ് ഇപ്പോൾ സഹായിച്ചതെന്ന് ജിയാനോട് പറയുന്നു. അവസാനം കുസനാഗി ട്രക്കിന്റെ താക്കോൽ ഏറ്റുവാങ്ങി കരാർ അംഗീകരിക്കുകയാണ്. പ്രശ്നം അവസാനിച്ചെന്ന തോന്നലിൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ആ സന്തോഷത്തിനിടെ ജിയാൻ പുതിയൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. സാധനങ്ങളുടെ ഗതാഗതത്തിനും ഡെലിവറിക്കുമായി കോഡ് ബ്ലൂ എന്ന പുതിയ വിഭാഗം ആരംഭിക്കണമെന്നും നിലവിലെ പ്രധാന അംഗങ്ങളെ ഇനി മുതൽ കോഡ് ഗ്രീൻ എന്ന് വിളിക്കണമെന്നും അവൾ നിർദ്ദേശിക്കുന്നു. കാരണം അവർ ഇനി ഒരു ടീമല്ല, ഒരു കുടുംബമാണ്. എന്നാൽ ആ സന്തോഷം അധിക നേരം നീളുന്നില്ല. ജിൻമാന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. മറുവശത്ത് പാസിൻ ജീവൻ രക്ഷിക്കണമെന്ന് നിലവിളിക്കുകയാണ്. എപ്പിസോഡിന്റെ അവസാന രംഗത്തിലാണ് യഥാർത്ഥ ട്വിസ്റ്റ് വെളിപ്പെടുന്നത്. തായ്ലാന്റിൽ നിന്ന് കൊണ്ടുവന്ന അസറ്റ് മറ്റാരുമല്ല, പാസിൻ തന്നെയായിരുന്നു. കുസനാഗി അവനെ ബന്ധിച്ച് ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. മുമ്പ് നടന്ന ചർച്ച മുഴുവൻ ഒരു നാടകമായിരുന്നുവെന്നും യഥാർത്ഥ ആക്രമണം ഇപ്പോഴാണ് ആരംഭിക്കുന്നതെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എപ്പിസോഡ് 5ന്റെ അവസാനം ജിൻമാനെയും ജിയാനെയും നേരിട്ട് ആക്രമിക്കുന്നതിനു പകരം അവർ ഏറ്റവും വിലമതിക്കുന്ന ആളെ ബന്ദിയാക്കി കുസനാഗി അടുത്ത നീക്കം നടത്തുന്നു. ഇതോടെ സീസണിലെ അടുത്ത എപ്പിസോഡിനുള്ള വമ്പൻ ക്ലിഫ് ഹാങ്കറോടെയാണ് എപ്പിസോഡ് 5 അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.